ഉണ്ണി അമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് 2026 പുറത്തിറങ്ങിയ ഊത്ത് ഊത്ത്. ഇനി നമുക്ക് യൂത്ത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഡോൺ, 1/2 ടീസ്പൂൺ ഡ്രാഗൺ, അതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ ലവ് ടുഡേയും ചേർത്ത് കഴിഞ്ഞാൽ യൂത്ത് തയ്യാർ. ഈ സിനിമയിലെ നായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു സ്ത്രീ ലംബടനാണ്, കാമക്കണ്ണനാണ്, കാമാന്തകനാണ്. എന്തിന് റോട്ടിലൂടെ ഒരു പെണ്ണിന്റെ ബൊമ്മ കൊണ്ടുപോയാലും അതിന്റെ പുറകെ ഈ കാമക്കണ്ണൻ പോകും. ഇവനൊരു തള്ളയുണ്ട്. തള്ളേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക ക്രിഞ്ച്. SLC എക്സാമിന് 200 മാർക്ക് വാങ്ങി ഇവന് IAS ആകണം. അതാണ് തള്ളയുടെ ആഗ്രഹം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? അങ്ങനാണെങ്കിൽ SLCക്ക് 310 മാർക്ക് വാങ്ങിച്ച ഞാൻ ഇപ്പൊ ഇസ്രോയിലെ സയന്റിസ്റ്റ് ആവേണ്ട സമയം കഴിഞ്ഞല്ല. അഴുക്കത്തള്ള തന്തേക്കാൾ മോശം. ഈ കുടുംബത്തിലെ നോർമലായിട്ട് ഒരാളെ ഉള്ളൂ, ആ തന്ത. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രം. അയാൾ മാത്രമേ ഈ സിനിമയിൽ നോർമലായിട്ടുള്ള ഒരാളുള്ളൂ. ഈ 200 വാങ്ങിച്ച് ഇവൻ അഡ്മിഷൻ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ തള്ള പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് സീറ്റ് വാങ്ങിച്ചു കൊടുക്കും ഇവന് പാച്ചാൻ. ഈ തള്ള ഇത്രയും കഷ്ടപ്പെട്ട് സീറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവൻ പാച്ചോ ഇല്ല. പായ്ക്കണ ഒഴിച്ചാൽ ബാക്കി എല്ലാ പണി ഈ നാറ് ചെയ്യോടെ. ആ സ്കൂളിലുള്ള ഒരു പെണ്ണിനെ ഈ നാറ് വെറുതെ വിടൂല, എല്ലാത്തിന്റെ പുറകടന്ന് ശല്യപ്പെടുത്തും. അഴുക്ക ചേർക്കൻ തള്ളയേക്കാൾ മോശം. കുട്ടികളെ പോലും വെറുതെ വിടാത്ത പ്രകൃതി വിരുദ്ധനാണ് അയാൾ. ഇവന്റെ ഗുണപതീരം കാരണം ഇവനെ ഫുൾ ടൈം പുറത്തു നിർത്തലാണ് സാറുമാർക്ക് ജോലി. ആ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് നായികനെ ഇവൻ കണ്ടുമുട്ടുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് നായിക കേട്ടോ, കാരണം ഇവൾ എപ്പോഴും പുറത്താവും. ഒരു തീറ്റിപ്പണ്ടാരം. പെണ്ണിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മിഠായി വാങ്ങിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഡയറി മിൽക്ക് കൊടുത്ത് ആൾക്കാരെ സെറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷേ മുട്ട പപ്സ് കൊടുത്ത് പെണ്ണിനെ സെറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത്. അങ്ങനെ ഇവക്ക് പപ്സ് കൊടുത്ത് ഇവളെ മയക്കി പെട്ടിയിലാക്കി ഇവൻ സെറ്റാക്കും. ഈ നായികക്ക് 2 കൂട്ടുകാരികളുണ്ട്. ഇവർക്ക് 2 പേർക്കും ഈ കാമക്കൊടൂരനായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഇഷ്ടമല്ല. ഈ നായികയുടെ പുറകെ നമ്മുടെ കാമക്കൊടൂരിനെ പോലെ തന്നെ മറ്റൊരു എംബോക്കി പുറകെ കിടക്കുന്നുണ്ട്. നായികയുടെ 2 കൂട്ടുകാരികളും കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ നോക്കും. പക്ഷേ ഒന്നും നടപടിയാവില്ല. കാരണം ഇവളൊരു മൊണ്ണയാണ്. അതല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഈ കാമക്കൂടുരനെയും പെണ്ണുപിടിയനെയും കള്ളുപിടിയനെയൊക്കെ മതി. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ നായിക സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. 5-6 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. 5-6 ദിവസം കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകും. ഈ ഗ്യാപ്പിൽ നമ്മുടെ കാമക്കൂടൂരിന് ഒരു മെസ്സേജ് വരും ഫേസ്ബുക്കിൽ. ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളോട് സംസാരിക്കാനുള്ള പേടി കാരണമാണ് ഞാൻ നേരിട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞ ഒരു തള്ളു മെസ്സേജ്. ഇത് കണ്ട ഉടനെ അവൻ കോരിത്തരിക്കും. എന്നിട്ട് ഈ കാമത്തവളവൊക്കെ മെസ്സേജ് അയക്കും, ഞാൻ നാളെ ക്യാൻറ്റീനിലുണ്ടാവും, വന്ന് കാണാമെന്ന്. എടാ എംബോക്കി, നിന്നെ വിശ്വസിച്ചൊരു പെണ്ണുള്ളല്ലോടാ, അതെനിക്ക് ഓർമ്മയുണ്ടോടാ കാമത്തവളെ. പിറ്റേ ദിവസം ഈ നാറി കുളിച്ചൊരുങ്ങി ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും. അപ്പൊ ദേ വരുന്നു നമ്മുടെ 2ാമത്തെ നായിക. ഇവളെ കണ്ട ഉടനെ നമ്മുടെ കൊടൂരിന്റെ മനസ്സിൽ ലഡ് പൊട്ടും. ഇവളുടെ കൊഞ്ചലും കൊഴയിലും തൊലിയെടുപ്പൊക്കെ കണ്ടിട്ട് നമ്മുടെ കൊടൂരൻ പിന്നെ ഇവളുടെ പുറകെ മണപ്പിച്ചടക്കും. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആദ്യത്തെ നായിക തിരിച്ചു വരും. ആദ്യ നായികയുടെ 2 കൂട്ടുകാരികളും ചേർന്ന് ഇവനാള് ശരിയല്ല, അവന് പുതിയൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട്, അവനൊരു പൊമ്പളെ പൊറുക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ മൊട്ടപ്പപ്സ് നായിക വിശ്വസിക്കില്ല. കാമക്കൊടൂരിന്റെ ഈ കാട്ടയങ്ങളെ കണ്ടിട്ട് കാമക്കൊടൂരിന്റെ ഒരു കൂട്ടുകാരൻ പറയും, എടാ നീ ചെയ്യണതൊക്കെ പൊമ്പളെ പൊറുക്കിത്തരാണെന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ ഒരു പെണ്ണ് പിടിയനാന്ന് അവന്റെ മുഖത്ത് നോക്കി പറയും. നല്ല അന്തസ്സുള്ള കൂട്ടുകാരൻ. ഇത് കേട്ടോടെ നമ്മുടെ കാമക്കൊടൂരിനെ കളി എടുക്കും. എന്നിട്ട് ചോദിക്കും ആരുടെ പെണ്ണുപിടിയെന്ന്. ഒരു സമയത്ത് 2 പെണ്ണുങ്ങളെ വളയ്ക്കുന്ന ഇവനെ പിന്നെ പെണ്ണുപിടിയെന്നല്ലാണ്ട് പിന്നെ ഷിയാസ് കരീം എന്ന് വിളിക്കാൻ പറ്റുമോ? കാമക്കൊടൂരന് മുന്നേ ഒരു ലൈനുള്ളതായിട്ട് 2ാമത്തെ നായിക എടുത്ത് പറയാതിരിക്കാനുള്ള ഒരു കാരണം പറയും. ആ കാരണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് ഊരി കാമക്കൊടൂരിന്റെ ചെകിടത്തടിക്കും. ഈ എംബോക്ക് പുറകെ നടന്നിട്ടുള്ള ഒരു പെണ്ണ് പോലും ഇവനെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് വന്നിട്ട് ഇവന്റെ അടുത്ത് ഇഷ്ടമാണ് അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അവൻ ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റിജക്ഷന്റെ പെയിൻ അവനറിയാം. അതുകൊണ്ടാണ് അവിടുത്തെ എനിക്ക് ലൈനുള്ള കാര്യം പറയാത്തത്. അവക്ക് വിഷമാവൂന്ന് പറഞ്ഞിട്ടെന്ന്. എന്ത് നല്ല ചെറുപ്പക്കാരൻ, പാണ്ടിക്കരിമ്പാറ. ഒരു ദിവസം നമ്മുടെ 2ാമത്തെ നായിക ഇവൻ വാരി കൊടുക്കുന്നത് നമ്മുടെ ആദ്യത്തെ നായികയുടെ കൂട്ടുകാരികൾ കണ്ടിട്ട് ഈ പപ്സിന്റെ അടുത്ത് എന്ന് പറയും. പപ്സ് ഇത് കേട്ട ഉടനെ നമ്മുടെ നായകന്റെ അടുത്ത് ഓടി വന്നിട്ട് ചോദിക്കും, നീ അവക്ക് വാരി കൊടുത്താന്ന്. ഇവൻ പറയും ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് വാരി കൊടുത്താന്ന്. അപ്പോൾ അവൾ പറയും എനിക്കും കൂടെ വാരിത്തരാൻ പറയും.
അപ്പം ഈ നാറ് ഇവക്കും വാരി കൊടുക്കും. എന്നിട്ട് ഇവള് ഇതും തിന്നിട്ട് അവളുടെ 2 കൂട്ടുകാരത്തിൽ എന്ത് പറയും, അവൻ എല്ലാവർക്കും വാരി കൊടുക്കും, മേലാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞിട്ട് പോവും. അവനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം നിന്നെ വേണം അടിക്കാൻ, ഒരു പൊട്ടവളെ. അങ്ങനെ കൂട്ടുകാരുടെ ഉപദേശപ്രകാരം നമ്മുടെ കാമക്കൊടൂരൻ 2ാമത്തെ നായികയെടുത്ത് തനിക്കൊരു ലൈനുള്ള കാര്യം തുറന്നു പറയാൻ പോവുകയാണ്. അതിനുവേണ്ടി പാരാത്രി ഇവളെ വിളിച്ച് ഒരു റോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുത്തെ നോ പറയാൻ പോയിരിക്കും. ഇവൻ നോ ആണ് പറയണേന്ന് അറിയുന്നതിന് മുന്നേ ഇവള് കയറി ഇവനെ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കും. ഈ കൊടൂരനാണെങ്കിൽ ഇളകും. കൊടൂരൻ അപ്പം തന്നെ അവളെ കെട്ടിപ്പിടിക്കും. ഇത് നമ്മുടെ ആദ്യത്തെ നായിക കാണും. കാമക്കൊടൂരനെ അവിടുത്തെ എന്ത് പറയും, മോള് കണ്ടതൊന്നും സത്യമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ നേരത്ത് ഇവള് പറയും, നീ ഒരു പുല്ലും പറയണ്ട, ഞാനെല്ലാം കണ്ട്. എന്നിട്ട് അവള് പറയും, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം, ഇന്നത്തോടെ എല്ലാ ബന്ധവും കഴിഞ്ഞ് മേലെ എന്നെ കാണാൻ വരുമെന്ന് പറയും. അപ്പൊ ഈ കൊടൂരൻ പറയേ, അപ്പൊ നീ എന്നെ സംശയിക്കുകയാണോന്ന്, നിനക്ക് ഇത്രയും സംശയമാക്കി നമുക്ക് ബന്ധം മുന്നോട്ട് പോകണ്ട, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റൊരുത്തി ഉണ്ട്, അവിടുത്തെ ഞാനിപ്പോ എസ് പറയാൻ പോലാണ്, നീ അത് നോക്കി നിന്നോ, ഞാനിപ്പോ അവിടുത്തെ എസ് പറയുന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അല്ല അവളെ കാണാനില്ല. നമ്മുടെ 2ാമത്തെ നായിക നമ്മുടെ മുട്ടുപാപ്പന്റെ 2 കൂട്ടുകാരികളില്ലേ, അവളുടെ ആളാണ്. കാമക്കൊടൂരിനിട്ട് പണിയെടുക്കാനായിട്ട് കാശ് കൊടുത്ത് ഇറക്കിയതാണ് ഇവളെ. ഇതെന്ന് പറഞ്ഞുകൂടാത്ത ട്രിപ്പിൾ മണ്ണ ഇവളുടെ പുറകെ മണപ്പിച്ച് നടക്കുകയായിരുന്നു. അവൻ അങ്ങനെ തന്നെ വേണം, കള്ള പടുവ. അങ്ങനെ കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കാനും പറ്റില്ല. ഇവനെ പോലുള്ള തെണ്ടികൾക്കൊക്കെ അങ്ങനെ തന്നെ വേണം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കാമക്കൊടൂരൻ നന്നായി, ഈ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ കാമക്കൊടൂരനല്ലേ, അവൻ ഒരിക്കലും നന്നാവൂല. ഉടനെ അവൻ അടുത്ത പെണ്ണിന്റെ പുറകെ മണപ്പിച്ചടക്കാൻ പോകും. അപ്പോഴാണ് നമ്മുടെ 3ാമത്തെ നായികയുടെ ഇൻട്രോ. ആദ്യത്തെ നായികനെ ഇവൻ പപ്സ് കൊടുത്ത് സെറ്റാക്കിയെങ്കിൽ 2ാമത്തെ നായികനെ ഇവൻ ബിരിയാണി കൊടുത്ത് സെറ്റാക്കാൻ നോക്കും. ഒരു ദിവസം ഈ പാവം പിടിച്ച പെണ്ണിന്റെ അച്ഛന് കഷണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ എംബോക്ക് കൂട്ടുകാരും കൂടെ ആ പെണ്ണിനെ കളിയാക്കും. എന്നിട്ട് ആ പെണ്ണ് ക്ലാസ്സിൽ കിടന്ന് കരയും. സാറ് വന്നിട്ട് ചോദിക്കും, മോളെ നീ എന്തിനാ കരണം, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വയ്യാന്ന് പറയും. ഇവന്മാരെ ഒറ്റ കൊടുക്കൂല. ഇത് കണ്ടിട്ട് നമ്മുടെ കൊടൂരിനെ വീണ്ടും ഇളകും. നമ്മൾ ഇത്തരം ദ്രോഹങ്ങൾ ചെയ്തിട്ട് അവളെന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ട് ഇവളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പുറകെ തറന്ന് ഇവളെ ശല്യപ്പെടുത്തും. കൊടൂരിന്റെ മനസ്സിൽ ഇവനോടുള്ള ഇഷ്ടം കാരണമാണ് അവൾ ഒറ്റ കൊടുക്കാത്തെന്നുള്ള മൈൻഡാണ്. ബ്രിജേഷിനാരും തിരിഞ്ഞോക്കല്ലേട്ടാ, ബ്രിജേഷ് അത് പ്രേമം കൊണ്ടാണ് തെറ്റിദ്ധരിക്കുന്ന ടൈപ്പാ. അങ്ങനെ ഇവളുടെയും പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഇവളുമായിട്ട് കമ്പനിയായി ഇവക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടുപോയി അമ്മയ്ക്കും അച്ഛനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു ദിവസം രാവിലെ ഇവൻ ചെന്നിട്ട് പറയും ഐ ലവ് യു എന്ന്. അപ്പം ഇവൾ ഉടനെ റിജക്റ്റ് അടിക്കും. അങ്ങനെ നമ്മുടെ കാമക്കൊടൂരനാകെ സാഡായിരിക്കുന്ന സമയത്താണ് ഇവന്റെ ഒരു കൂട്ടുകാരനെ ഏതോ ഒരു തെണ്ടി ഇടിച്ചെന്ന് ഇവൻ അറിയണത്. ഇവൻ ഉടനെ തന്നെ അവിടുന്ന് ഓടിച്ചെന്ന് അവനുമായിട്ട് ഇടി ഉണ്ടാക്കി അവന്റെ തലമണ്ടിയും തല്ലിപ്പൊടിച്ച് കൂട്ടുള്ളവന്മാരുടെ തലമണ്ടിയും തല്ലിപ്പൊടിച്ച് സ്കൂളിൽ മൊത്തം അലമ്പ് ഉണ്ടാക്കി ഇവന്റെ തള്ള എറിഞ്ഞ് തള്ള വന്ന് അടികൊണ്ടവന്മാരുടെ പേരൻസിന്റെ കാലും പിടിച്ച് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവരെ നേരെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആവുന്ന സ്ഥിതി വരെ ഈ എംബോക്ക് കാരണം ഉണ്ടായി. ഇവന്റെ പോക്കൃത്തരങ്ങളൊക്കെ ഇതുവരെ സഹിച്ച അവന്റെ തന്ത കയ്യിന്ന് പോയിട്ട് ഒരു ഒറ്റ അടി അവന്റെ ചടത്തിട്ട് കൊടുക്കുകയും ചെയ്യും. ഇപ്പോഴാടാ നീ ഒരു നായകനായത്. ഈ അടി നേരത്തെ അടിച്ചിരുന്നെങ്കിൽ ഈ എംബോക്ക് നന്നായി പോയനെ. അങ്ങനെ സ്കൂൾ മാനേജ്മെന്റ് സഹതാപമൊക്കെ തോന്നിയിട്ട് ഈ എംബോക്കിനെ വീണ്ടും സ്കൂളിൽ കയറ്റി. അപ്പം നമ്മുടെ 3ാമത്തെ നായിക വന്നിട്ട് ഇവിടെ അടുത്ത് പറയും, നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് ഓക്കെ പറയും, നീയൊക്കെ പഠിക്കുകയില്ല, ഒരു ചെരപ്പിനും പോവില്ല, ഒരു പണിക്കും പോവില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ +2 പാസ്സാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ എസ് പറയാന്ന് പറയും. അടുത്ത സെക്കൻഡ് ഈ എംബോക്ക് നന്നാവും. എന്നിട്ട് കൂട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി വീട്ടിലിരുന്ന് കമ്പനി സ്റ്റഡിയൊക്കെ നടത്തും. എന്നിട്ട് ഈ പരീക്ഷയൊക്കെ എഴുതി ഇവൻ പാസ്സാവും. വെറും പാസ്സല്ല, 9ാം സ്ഥാനത്തോടെ പാസ്സാവും. എടാ സ്വന്തം തള്ള ആശുപത്രിയിൽ നെഞ്ചുവേദനയിട്ട് കിടന്നിട്ട് അവർക്ക് വേണ്ടി പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പെണ്ണ് വന്ന് പറഞ്ഞ അവൻ പാച്ചാൻ പോണ്. എന്നിട്ട് അവൾ എസ് പറയാനായിട്ട് പോകാൻ നിർത്തി ഇവൻ പറയും, ഞാനിപ്പോ പാസ്സായത് കൊണ്ടല്ലേ നീ ഇപ്പൊ എനിക്ക് എസ് പറഞ്ഞു, ഞാൻ ഫെയിൽ ആയിരുന്നെങ്കിൽ നീ എനിക്ക് എസ് പറയുമായിരുന്നു. എതിർപ്പാത്ത് വരത് ഏതും കാതിലില്ലെന്ന് ഈ നാറി അവിടുത്ത് പറയും. ഈ സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കണ്ടോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ലവ് ടുഡേ അടിച്ചു മാറ്റിയ സീൻ. പ്രദീപ് രംഗനാഥന്റെ ലവ് ടുഡേ അല്ല, നമ്മുടെ ദളപതി വിജയുടെ ലവ് ടുഡേ. എനിക്ക് ഈ സിനിമ എടുത്ത കെൻ കരുണാസിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഇനി ഇതുപോലത്തെ അപരാധങ്ങളുമായിട്ട് വന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച് 82 കോടി കളക്ഷൻ കൊടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.